നമ്മുടെ മാളൂട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. കാരണം നമ്മുടെ മാളൂട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അതായത് നാളെയാണ് ബർത്ത്ഡേ. ഞങ്ങൾ ഇപ്പോൾ നൈറ്റ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 12 മണിക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ വഴിയേ പറയാം. അപ്പോൾ വലിയ സെലിബ്രേഷനൊന്നും ഇല്ല എന്നാണ് മാളൂട്ടീൻ്റെ വിചാരം. ഇപ്പോഴും സെലിബ്രേഷനൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ കുറേ ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒരു റാപ്പുൻസൽ തീമിലാണ് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ വക ഒരു ഡ്രസ്സും അതിന് ചേർന്നൊരു ക്രൗണുമാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ബാക്കി വേറെ എല്ലാവരെയും ഗിഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് എന്തായാലും ഭയങ്കര സർപ്രൈസ് ആയിരിക്കും, എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ടെന്നുള്ളൊരു ഡൗട്ട് ആൾക്ക് വന്നിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തപ്പുന്നൊക്കെ ഉണ്ട് ഇടയ്ക്ക് വന്നിട്ട്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. രസമായിരിക്കും മിക്കവാറും ഈ വ്ളോഗ്, എനിക്ക് തോന്നുന്നു. അപ്പം ഇപ്പം മാളൂസ് ഉമ്മച്ചീനെ കൊണ്ട് ഞാൻ നൈസായിട്ട് സ്റ്റെപ്പിലേക്ക് വിളിച്ചിട്ട് പുറത്തിരുത്തിയിട്ട് അവരങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മച്ചി വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വേഗം ഇതെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കണം. എന്നിട്ട് ഞങ്ങൾ ഒരു ഡിസ്നി മൂവി ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ്. അതും ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നെയാണ് ഞങ്ങൾ അവൾക്ക് കൊടുക്കുന്നത്. കാരണം അവൾ ഡിസ്നി മൂവീസ് ഒന്നും ഇതുവരെ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ 3D ആയിട്ട് അത് കാണാൻ പോവാണ്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പം അത് കണ്ട് തിരിച്ചിവിടെ എത്തുമ്പോഴേക്കും 12 o'clock ആവും. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. ഇനി എന്താകുന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം എന്തായാലും നമുക്കിത് പാക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ പാക്കിംഗ് ഒക്കെ മാക്സിമം സ്പീഡായിട്ട് തീർക്കുന്നുണ്ട്. ലിച്ചു വാങ്ങിച്ച സാധനങ്ങളും ഉമ്മച്ചി വാങ്ങിച്ച സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. റാപ്പൻസലിൻ്റെ ഡ്രസ്സ് മാളൂട്ടി സ്കൂളിൽ പോയ സമയത്തായിരുന്നു കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് റാപ്പൻസലിൻ്റെ ഫ്രോക്കാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്തതൊക്കെ എങ്ങനെയാണെന്നറിയോ, ഭയങ്കര കഷ്ടപ്പെട്ട് അവൾ കാണാതെ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു ഈ ഒരു ബോക്സിൽ, ഇവിടെ ഉണ്ടായിരുന്നൊരു ബോക്സ്, ഇതിലിങ്ങനെ വെച്ചെടുത്താൽ പോരെ. കാരണം അവൾക്ക് ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് അവൾക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ബാക്കി ഗിഫ്റ്റൊക്കെ അവൾ ഓപ്പൺ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതിലിടാം അല്ലേ? സെറ്റ്, അടിപൊളി. എല്ലാം വലിച്ചു പറിച്ച് കളയാനുള്ളത് നമുക്ക്. ഇതിപ്പോൾ ബട്ടൺ ഹോൾ വെച്ചിട്ട് വരിക നമ്മൾ, അതുകൊണ്ടാണ് ഇത് പാക്ക് ചെയ്യാൻ ലേറ്റായി. ഇതിങ്ങനെ ഓരോ പാർട്ടായിട്ടുള്ളത് കേട്ടോ. അല്ല, ഡ്രസ്സ് ഇത് നമുക്ക് ഇതിനകത്ത് ഇടാം. ഈ റാപ്പൻസലിന്റെ തീമാണ് ബർത്ത്ഡേ കേക്കും എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവള് ഭയങ്കരമായിട്ട് വണ്ടറാവും, ഐ ഷുവർ. ഇത് കണ്ടോ, ഉള്ള തുണികളെല്ലാം വലിച്ച് മേലെ ഇട്ടിട്ടാണ് ആ ഗിഫ്റ്റുകൾ മൊത്തം ഞങ്ങളിതാ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ കാണാതിരിക്കാം. ഇപ്പം മാളൂസിനെ വീട്ടിലേക്ക് വിളിക്കാൻ പോവാണ്. എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് പടമൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും. ഞാൻ പോവാൻ നടക്ക്. ഞങ്ങൾ ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ചേരനല്ലൂർ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലാണിത്. ഹോട്ടൽ ന്യൂ താജ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഞങ്ങൾക്ക് ഇവിടെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ കൂടുതലും പാഴ്സൽ വാങ്ങിക്കാറുള്ളതും ഫുഡ് കഴിക്കാൻ വരുന്നതൊക്കെ ഈ ഹോട്ടലിലാണ്. ഫ്രണ്ടിൽ തന്നെയാണ് ഇതിൻ്റെ കിച്ചണൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കാണാം. മാളൂട്ടി വന്നു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കിയിട്ടാണ് ഉള്ളിലേക്ക് കയറാറുള്ളത്. അവിടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നല്ല ലൈറ്റൊക്കെ ഇട്ട് സീറ്റിംഗ് ഒക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ TV ഒക്കെ ഉണ്ട്, നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. മാളൂട്ടിയാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് TV-യിൽ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഫുഡൊക്കെ വരാൻ ഇച്ചിരി ടൈം എടുക്കും. ആ ടൈം കൊണ്ട് ഞാനിവിടെയൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവിടെ കറികളും പൊരിച്ച ഐറ്റംസും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് ഈ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ മെനുവിൽ നോക്കി സെലക്ട് ചെയ്താലും മതി. പക്ഷേ ഇനി നമുക്ക് കാണുമ്പോൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഈ കിച്ചണിൽ അവർ കുക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. വെജിറ്റേറിയൻ ആയിട്ടും നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊരു ഏരിയ ഉണ്ട്. പിന്നെ അകത്തേക്കും ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ ഫസ്റ്റ് പോയി ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഫുഡ് ഐറ്റംസ് ആണെങ്കിലും എല്ലാം ഉണ്ട് കേട്ടോ. പൊറാട്ട, മസാല ദോശ, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. മെനുവിൽ എല്ലാ ഐറ്റംസും ഇല്ല കേട്ടോ. കാരണം അവർ പുതിയ ഐറ്റംസ് സ്പെഷ്യൽ ആയിട്ടുള്ളത് കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ വന്നു. ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ തന്നെ ട്രൈ ചെയ്യാമെന്ന് കരുതി കേട്ടോ. നൂൽ പൊറാട്ടയാണ് കേട്ടോ ഫസ്റ്റ് കൊണ്ടുവന്നത്. പിന്നെ അതിൻ്റെ കൂടെ മലായി ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ ചട്ടി ഫ്രൈഡ് റൈസ് കൊണ്ടുവന്നു. ആദ്യം നമ്മൾ ചട്ടി ചോറാണെന്ന് കരുതി, കാരണം ഫ്രൈഡ് റൈസിൽ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പം നോക്കുമ്പോൾ അത് ചട്ടി ഫ്രൈഡ് റൈസ് ആണ്. പിന്നെ പൈനാപ്പിൾ ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കൊണ്ടാട്ടം
കൊണ്ടാട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. ഇത് എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. പാൽമുങ്ങിക്കോഴി എന്നാണ് കേട്ടോ ഈ കറീൻ്റെ പേര്. പിന്നെ പഞ്ചാബി ചിക്കൻ ഉണ്ടായിരുന്നു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് അൽഫാം പോലൊരു പീസിൽ കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നല്ല ആസ്വദിച്ച് വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചു. മാളൂട്ടി അവിടെ ഒരു എഗ്ഗ് കണ്ട സമയത്ത് അത് ലഡു ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ആക്ച്വലി പൊരിച്ചിട്ടുള്ള എഗ്ഗ് ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇവിടെ ന്യൂ ഇയറിനൊരു നെറുക്കെടുപ്പ് നടക്കുന്നുണ്ട് കേട്ടോ. 150 രൂപയ്ക്ക് മേലെ ഭക്ഷണം കഴിക്കുന്നവർക്കോ അല്ലെങ്കിൽ പാഴ്സൽ വാങ്ങുന്നവർക്കോ ഇതിൻ്റെ കൂപ്പൺ കിട്ടും. സമ്മാനമായിട്ട് TV, മിക്സി, സീലിംഗ് ഫാൻ, അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കിയവരെ കണ്ട് അതിൻ്റെ അഭിപ്രായവും പറഞ്ഞിട്ടാണ് കേട്ടോ മാളൂട്ടി അവിടുന്ന് വന്നത്. അവൾക്ക് ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ട അപ്പം അവൾ ചോദിക്കും, അത് എവിടെയാണെങ്കിലും അവൾ ചോദിക്കും ഇത് ആരാ ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടേ അവൾ വരുള്ളൂ. അങ്ങനെ വരുന്ന വഴിക്ക് അവളൊരു മിഠായും വാങ്ങിച്ചിട്ടോ അവിടുന്ന്. ഫുഡൊക്കെ കഴിച്ചിട്ട് കടലമിഠായിയൊക്കെ കഴിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ സിനിമേൻ്റെയൊക്കെ ഷൂട്ടിന് പോകുന്ന സമയത്ത് അവിടെയൊക്കെ അങ്ങനെ കഴിച്ചിട്ടാണ് അവൾക്കത് ശീലമായത്. അങ്ങനെ ഞങ്ങൾ അവരോട് ബായൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ പാർക്കിങ്ങിന് കുറച്ച് സ്ഥലമുള്ളെങ്കിലും തൊട്ടിപ്പുറത്തായിട്ട് തന്നെ പാർക്കിങ്ങിന് വേണ്ടി അവർ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. യെസ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് അമ്മച്ചീനെയൊക്കെ വീട്ടിലാക്കി മാളൂസിൻ്റെ കൂടെ. എന്നിട്ട് ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവർ ടൗണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ടൗണിലേക്ക് പോവാണ്. ഇനി ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും മാളൂസും ഉമ്മച്ചിയും കൂടെ ടെറസിലേക്ക് പോകാനോ എന്തെങ്കിലും പറഞ്ഞാൽ അവളെ മാറ്റണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നിട്ട് ഞങ്ങൾ പടത്തിന് പോകും. പടം കഴിഞ്ഞ് വരുമ്പോൾ കേക്ക് കട്ട് ചെയ്യും. ഇതൊക്കെയാണ് പ്ലാൻ. നമുക്ക് നോക്കാം. അങ്ങനെ അവർ നമുക്ക് കേക്ക് കൊണ്ട് തന്നു. കേക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ ഉള്ള തീം കേക്ക് ആയതുകൊണ്ട് വളരെ കെയർ ചെയ്തിട്ടാണ് അവർ കൊണ്ടു തന്നത്. ക്രീമി ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് ഞാൻ ഈ കേക്ക് വാങ്ങിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അനിയത്തീൻ്റെ ബർത്ത്ഡേക്കും മുബിക്കാൻ്റെ ബർത്ത്ഡേക്കും ഒക്കെ ഈ പേജിൽ നിന്ന് തന്നെയായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ആ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. പക്ഷേ അതൊക്കെ നോർമൽ റെഡ് വെൽവെറ്റ് അതുപോലെ ചോക്ലേറ്റ് കേക്കൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു റാപ്പൻസിൽ തീം കേക്ക് ആയതുകൊണ്ട് ഡോളൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് വളരെ കെയർ ചെയ്തിട്ടാണ് കേട്ടോ അവരിവിടെ കൊണ്ടു തന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഉമ്മച്ചി മാളൂസൊക്കെ റൂമിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോറ് ലോക്ക് ചെയ്യണം, അവൾ ശ്രദ്ധിക്കാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ സൗണ്ട് ഇല്ലാതെ വന്നിട്ട് അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് കണ്ടപ്പോൾ തന്നെ അത് മാളൂട്ടിക്ക് ഒരുപാട് ഇഷ്ടമാവുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ പടത്തിന് പോവാണ്. പക്ഷെ സമയം 9:52 10:10 പടം തുടങ്ങും. അപ്പോഴേക്കും അവിടെ എത്തണം. ഞങ്ങൾ സാധാരണ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മുന്നേക്ക് ഇറങ്ങാറുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് ലേറ്റ് ആയി പോയി. ബിക്കോസ് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മള് എന്തായാലും പോവാണ്. നോക്കാം. മാളൂട്ടി ഫിലിം കാണാനുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡിസ്നി മൂവീസൊക്കെ കാണാൻ. ഞാനും ഫസ്റ്റ് ടൈമാണ് തിയേറ്ററിൽ പോയി കാണുന്നത്. പിന്നെ 3D ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗിയുണ്ടായിരുന്നു. നല്ല സൂപ്പർ മൂവി ആയിരുന്നു എന്തായാലും. അപ്പോൾ ഞങ്ങൾ പടമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ മാളൂസിനെ വണ്ടിയിലിരുത്തിക്കാണ്. ലിച്ചുവിനൊക്കെ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഞങ്ങൾ ബാഗ് ഇവിടെ മറന്നു വെച്ചു ലിച്ചുവിൻ്റെ. അപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വേഗം എല്ലാം സെറ്റ് ചെയ്തിട്ട് മാളൂസിനെ വിളിക്കാം. അങ്ങനെ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്ന് അവൾ പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കേക്കിൻ്റെ കൂടെ റാപ്പൻസലിൻ്റെ വീട് അവരുണ്ടാക്കിയതും ഉണ്ടായിരുന്നു. അതുപോലെ മാളൂട്ടിന്ന് എഴുതിയിട്ട് നമ്മൾ ഫസ്റ്റ് വെച്ച പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീട് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നി. മാളൂട്ടിക്ക് അതായിരിക്കും ഇഷ്ടമാവാന്ന്. അതുകൊണ്ട് ഞാൻ മാളൂട്ടി എന്നുള്ള പേര് മാറ്റിയിട്ട് വീടിൻ്റെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവൾ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. മാളൂട്ടി വരുന്ന സമയത്ത് ഞങ്ങൾ ക്യാമറ പിടിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി സംഭവം എന്തോ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബലൂൺ അതാന്ന് പറഞ്ഞപ്പോൾ അവൾ ഇത് കാണുകയും ചെയ്തു. പിന്നെ ബലൂൺ പോയി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി ആക്ച്വലി. അങ്ങനെ അവൾ എന്തായാലും ഞാൻ വിചാരിച്ച പോലെ തന്നെ സർപ്രൈസ്ഡ് ആയി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മാളൂട്ടി. ഇത് എന്തൊക്കെയാ ഉള്ളത്? ഇതാരാ ഇത്? എന്താ ഇത്? എങ്ങനെയുണ്ട്? വെട്ടിയോ? തുറക്ക. റാപ്പൻസലിന്റെ ക്രൗൺ.
പിന്നെ റാപ്പുൻസലിന്റെ ഡ്രസ്സ് ഇതായിരുന്നു മമ്മ തയ്ച്ചോണ്ടിരുന്നത്. ഇത് നമുക്ക് ഇട്ടിട്ട് വരാം. സമയം 12 മണി. നാളെ രാവിലെ നമുക്ക് ഒരുങ്ങിയിട്ട് ഒരു റീലൊക്കെ എടുക്കണം കേട്ടോ റാപ്പുൻസലിനെ. ഇപ്പൊ തൽക്കാലം നമുക്ക് ക്രൗൺ വെച്ചിട്ട് കേക്ക് മുറിക്കാം. എന്താ എന്റെ പ്രിൻസസ് ഇതാ. കേക്ക് മുറിക്കാം. Happy birthday to you. Happy birthday to you. Happy birthday, Malu. എങ്ങനെയുണ്ട് കേക്ക്? രസമുണ്ടോ? സൂപ്പർ കേക്ക്. ഇതിലെ എല്ലാ കേക്കും നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ക്രീമി ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാൻ ഈ കേക്ക് എല്ലാം വാങ്ങിച്ചിട്ടുള്ളത്. മുബിക്കാവിന്റെ ബർത്ത്ഡേക്കും എന്റെ അനിയത്തിന്റെ ബർത്ത്ഡേക്കും ഇപ്പൊ ഇതാണ് ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതെ, അവര് ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടോ. അതെ, ഇവിടെ കൊണ്ടുവന്ന് തന്നു. പക്ഷെ മാളൂട്ടി അറിയാതെ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് അവർക്ക് ഇവിടെ നിന്ന് വരെ മാളൂട്ടിനെ കാണാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഞങ്ങള് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ടേസ്റ്റ് ആണെങ്കിലും ആ ഒരു ഫിനിഷിംഗ് ആണെങ്കിലും ഇതൊക്കെ നോക്ക്, നമ്മള് റെഡിമെയ്ഡ് ഷോപ്പിലൊക്കെ ഉള്ള പോലെ തന്നെ അവര് ഹോംമെയ്ഡ് ആയിട്ട് നമ്മുടെ ഈ ഓരോ ഹോട്ടൽസിലൊക്കെ പോകുമ്പോ ഉണ്ടാക്കി വെച്ചില്ലേ, കണ്ടിട്ട് കട്ട് ചെയ്യാൻ തോന്നുന്നില്ല. സമ്മതിക്കുന്നില്ല. ഇവിടെ അങ്ങനെ പറയാതെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല. ഇത് നമ്മളെ നോർമൽ കേക്കാണ്. ഞാൻ ഇത് വൈറ്റ് ഫോറസ്റ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മുബിക്കാന്റെ ബർത്ത്ഡേക്ക് റെഡ് വെൽവെറ്റ്, അതുപോലെ ഇവിടെ ബർത്ത്ഡേക്ക് ചോക്ലേറ്റ് കേക്ക്. ഇവർക്ക് ചോക്ലേറ്റ് ആയിരുന്നു ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പൊ 3 കേക്കും സൂപ്പർ ആയിരുന്നു. ഒന്നും പോലും നമുക്ക് മോശം പറയാനില്ല. ഒന്നും മോശം പറയാനില്ല. പിന്നെ ഇതില് അത് മാത്രമല്ല പറയാനില്ല, ഇതിന്റെ ഡെക്കറേറ്റിംഗ് ഒക്കെ സൂപ്പർ ആയിരുന്നു. അപ്പൊ എല്ലാവരുടെ ഗിഫ്റ്റും ലിച്ചു എടുത്ത് കൊടുക്കണം. ഇത് മുർഷിന്റെ ഗിഫ്റ്റ്, കുഞ്ഞിപ്പച്ചീന്റെ ഗിഫ്റ്റ് ആണ് കേട്ടാ. ഇവിടെ പേരൊക്കെ ആക്ച്വലി മെർമെയ്ഡാ? റാപ്പുൻസലിനെ കൈ പിടിച്ച് നിൽക്കുന്ന റാപ്പുൻസൽ. നോക്കട്ടെ, രണ്ടുപേരെയും കാണിക്ക്. പക്ക പക്ക. ഇഷ്ടപ്പെട്ടോന്നോ? കൊറേ 2 ടൈപ്പ് മുടിയുണ്ട്, എല്ലാം വെച്ചു കൊടുക്കാം. കൂടുള്ള ആളെ എപ്പോഴും ഈ പാത്രം കാണിച്ചു തന്നില്ലേ ഇപ്പൊ അവള് എടുത്തിട്ട്? ചട്ടി. അപ്പൊ എനിക്ക് കുഞ്ഞിപ്പിച്ചിന്റെ ഗിഫ്റ്റ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കുഞ്ഞിപ്പിച്ചി ഇങ്ങോട്ട് വന്നാ ഞാൻ കുഞ്ഞിപ്പിച്ചിക്ക് ഒരു ഗിഫ്റ്റ് തരാം കേട്ടോ. നീ കൊറേ ആയി ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിക്കുന്നത്. നാസർപ്പിച്ചിന്റെ വരെ കഴിച്ചിട്ടുണ്ടോ എന്റെ അമ്മോ? നാസർപ്പിച്ചിന്റെ ഗിഫ്റ്റ് എന്താന്ന് നോക്കി നോക്കും. വാവ്, സൂപ്പർ. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഡ്രസ്. നോക്കട്ടെ. അയ്യോ, മാല പൊട്ടിച്ചോ? ഇത് പിടിച്ച് കാണിച്ചാ ഇല്ലാത്ത ടൈപ്പ് മാല. നോക്കട്ടെ. ഇല്ലാത്ത ടൈപ്പ് ബട്ടർഫ്ലൈന്റെ മാല. ബട്ടർഫ്ലൈ. നൈസ്. ഡ്രസ് ഇത് പിടിക്കേ. ആ മാല നോക്കട്ടെ. ആ ബ്ലാക്ക് ഉടുപ്പിൽ നല്ല രസമുണ്ട് ലിച്ചു ആ മാല, നിന്റെ ഉടുപ്പിൽ വെച്ചപ്പോ. ഇതെന്താണല്ലേ? പക്ഷെ ഇത് ബ്ലാക്ക് ഡ്രസ്സാണ്, ഞങ്ങൾ ഇതിനിട്ടോളാം അല്ലേ? ഇനി അടുത്തത് കുട്ടിക്കും ഇതാ ബഗയാ. ബഗേ? ഞാൻ പണ്ടേ പറയാറ്. ഇത് ഓക്കെ, ഞാൻ പറയാം. അവിടെ ഉള്ള 2 ഗിഫ്റ്റിൽ ഒന്ന് സെലിമച്ചിന്റെ, ഒന്ന് ലിച്ചു കുഞ്ഞാന്റിന്റെയാണ്. ഇതപ്പൊ ആരുടെ ആയിരിക്കും? ഞങ്ങളുടെ ഗിഫ്റ്റ് കഴിഞ്ഞു, മുർഷിന്റെ കഴിഞ്ഞു, പിച്ചിന്റെ കഴിഞ്ഞു. അപ്പൊ അത് ആരുടെ ആയിരിക്കും? നമ്മളെ ഫ്രണ്ടാണ്. നമ്മുടെ ഫ്രണ്ട് ദുബായിലാണോ? ദുബായിലാരാ നമ്മളെ ഫ്രണ്ട്? കണ്ണൂരുള്ള ഫ്രണ്ടാണ് നമ്മളെ. എങ്ങട്ടാ? ഞാൻ പറഞ്ഞിരുന്നു സജി ഷേട്ടനോടും നിഗിനോടും, ഞാൻ മൂപ്പിക്കാക്ക അപ്പൂന് ഫ്രണ്ടായി എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടുപോകും ചിലപ്പോ. കാരണം 2 പേരും നല്ല മാച്ച് ഉണ്ട്. ആ കണ്ണാണ് ഹൈലൈറ്റ്.
അതെ, രണ്ടാളും. ഒരാൾക്ക് ബ്ലൂ, ഒരാൾക്ക് പിങ്ക്. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. ഇതാ വേറൊരു സൂത്രം കൂടെ ഉണ്ട്. നല്ല രസമുണ്ട് അല്ലേ ഈ ഡ്രസ്? എനിക്ക് ഇഷ്ടപ്പെട്ടു. കളർ പിങ്കും ഉണ്ട്. സൈജി ചേട്ടൻ, നിഗിനാൻഡി, ദുർഗ എല്ലാവർക്കും താങ്ക് യു. ഇന്ദ്രൂട്ടനും താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. ലിച്ചുവിന്റെ ഗിഫ്റ്റ് ഏറ്റവും അവസാനത്തേക്ക് മനഃപൂർവ്വം വെക്കാണ്. അത് ഗ്രാൻഡ് ഓപ്പണിംഗ് കൊടുക്കാൻ വേണ്ടിട്ട് അവൾ എടുത്തു വെച്ചിരിക്കുക. ആക്ച്വലി സെലിമച്ചി, ലിച്ചു കുഞ്ഞാൻറ്റി എല്ലാരും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് വാങ്ങേണ്ടതെന്ന്. അങ്ങനെ എന്റെ ഒരു കൈ എല്ലാത്തിലും എത്തിയിട്ടുണ്ട്. ഇതെന്താന്നറിയോ മാളു? ഇത് മാളൂസിന് പുതിയ സ്കിൻ കെയർ തുടങ്ങാൻ പോവാണ് ഞാന്. അതിന് വേണ്ടിയിട്ടുള്ള ലോഷൻ, ഷാംപൂ ഒക്കെയാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം ഞാൻ ഉമ്മച്ചീനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. ഉമ്മച്ചി എന്താ വേണ്ടത് ഇങ്ങനെ ചോദിച്ചു നടക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മുട്ടായി ഏറ്റവും ഇഷ്ടം നാളെ അടുത്ത ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിത്തരാന്ന്. ഇന്നലെ വാങ്ങിത്തരുന്നു ആണല്ലേ? അത് ഉമ്മച്ചി സർപ്രൈസ് ആയിട്ട് വെച്ചതാ. ഇത് വാങ്ങിച്ചെന്ന് എനിക്ക് അറിയായിരുന്നില്ല ഓൾറെഡി. അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ ഇടയിൽ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്ത്. ഉമ്മച്ചിനോടും ലിച്ചുനോടും വീഡിയോയിൽ പറയണമെന്നില്ല, നേരിട്ട് പറയാം. റാപ്പൻസലിന്റെ തീമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ റാപ്പൻസൽ തീമിലുള്ള ബുക്ക്, അല്ല തീമല്ല, കഥ ബുക്ക്. റാപ്പൻസലിന്റെ സ്റ്റോറിയാണ്. അത് അമ്മ പറഞ്ഞുതരാം കേട്ടോ. റാപ്പൻസൽ തീമാണല്ലോ എല്ലാം. റാപ്പൻസലിനെ ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും. ഇതാണ് മാളൂട്ടി ആയിട്ടുള്ളത്. ബ്ലഷ് അല്ല, ബ്ലെൻഡേഴ്സ് ആണത്. അത് ഒരെണ്ണം എടുക്ക്. ഇത് ഞാൻ മമ്മനോട് വേണം എന്ന് പറയുന്ന സാധനമാണ്. അതാണ് ഭാഗ്യം. ഇത് നോക്ക്, ഒരെണ്ണം ഇത്ര ഉള്ളു മാളൂട്ടിക്ക് ബ്ലെൻഡ് ചെയ്യാന്. നിനക്ക് മേക്കപ്പ് വേണം എന്ന് കൊറേ ആയില്ലേ പറയുന്ന. ലിപ്സ്റ്റിക്ക്, ബ്ലഷ്, എല്ലാ സംഭവങ്ങളും ആയി. പിന്നെ ഇതാ മാളൂട്ടിക്ക് സെപ്പറേറ്റ് യൂസ് ചെയ്യാൻ ബ്രഷ് ഉണ്ട്. അത് പൊട്ടിക്ക്. മേക്കപ്പ് പൗച്ചും ഉണ്ട്, അല്ല ബ്രഷ് ഇടുന്ന പൗച്ചും ഉണ്ട് അല്ലേ? നല്ല രസമുണ്ട്. റാപ്പൻസലിന് ചേരുന്നത് എല്ലാം. എന്താ നോക്ക്. വാവ്. അമ്മ കുറച്ച് മതി. ഇങ്ങോട്ട് തിരിമാളൂ. അത് നൈസ് ആയിട്ടുണ്ട്. റാപ്പൻസൽ തീമാണ് കേട്ടോ മാളു. പർപ്പിൾ കളർ. റാപ്പൻസലിന്റെ ഒരു ബ്രഷും റാപ്പൻസലിന്റെ കിട്ടി. പല്ല് തേക്കണം എന്ന്. അതാണ് ലിച്ചു കുഞ്ഞാറ്റി പറയാതെ പറഞ്ഞിരിക്കുന്നത്. ഇതിനു വേണ്ടിട്ട് കൊറേ കാലായി ലിച്ചുവിന്റെ പുറകെ കിടക്കുന്ന. ലിച്ചുവിന്റെ കയ്യിൽ ഉണ്ടൊരെണ്ണം. എനിക്ക് കണ്ണിൽ വെക്കണത് വേണമെന്നും പറഞ്ഞ് നടക്കണ്ടേ, എന്തിനാന്നറിയില്ല. നൈസ്. വണ്ടിയിൽ കിടക്കുമ്പോ ഉറങ്ങാം. ഓക്കെ ഗായ്സ്, അപ്പം സമയം ഇപ്പൊ തന്നെ 1 മണിയൊക്കെ ആവാനായി. ഇനി ഞങ്ങള് പോയി ഉറങ്ങട്ടെ. ഗായ്സ്, എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് എന്റെ സ്കൂളിൽ കൊടുക്കാൻ വേണ്ടി ഫെമിനോഗ്രാഫി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കുറേ മുട്ടായി തന്നിട്ടുണ്ട് കേട്ടോ, ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് എന്റെ ഫോട്ടോ ഉള്ളത് സെയിം പിക്ചർ. ഇറ്റ്സ് മൈ ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. ആണോ? അവര് പെട്ടെന്ന് അയച്ചു തന്നതാട്ടോ ഞങ്ങക്ക്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞു, ഇന്ന് എത്തിച്ചു തന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് സെറ്റ് ചെയ്തല്ലോ ഇതിങ്ങനെ എന്റെ ഫോട്ടോ ഒക്കെ. അതെ, ആളിസിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോ അവര് വേഗം, ഞാൻ കുറച്ച് നേരത്തെ പറയണായിരുന്നു, പക്ഷെ ഞാൻ ലേറ്റ് ആയി പോയി ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് പെട്ടെന്ന് സെറ്റ് ചെയ്ത് തന്നെ എനിക്ക് ഒരു ദിവസം കൊണ്ട്. എന്നാലും നല്ല പാക്കിംഗ് ആണ്. യെസ്, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഈ ഫോട്ടോ ഒക്കെ വെച്ച് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ എന്നല്ല, ഇറ്റ്സ് മൈ ബർത്ത്ഡേ എന്നാ എഴുതിയത്. നമ്മള് പറയണത് എഴുതി തരും. ആണോ? എന്നതാ. അപ്പൊ ഇത് എല്ലാം ഇങ്ങനെ തന്നെ. പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം തന്നിട്ടുണ്ട് അവളിനെ.
അപ്പൊ ഫോട്ടോ ഫ്രെയിമും വെറൈറ്റി ആണ് സൂക്ഷ്മദർശിനിന്റെ. ഇതും നല്ല രസമുണ്ട്. ഒന്ന് വെറൈറ്റി ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ വെക്ക്. പിന്നെ ഇതെല്ലാം ക്യാറ്റൻസിനുള്ള സെപ്പറേറ്റും ഉണ്ട്. നല്ല ക്യൂട്ട് ഫ്രെയിം, എനിക്കും ഇഷ്ടപ്പെട്ടു. നമുക്ക് സൂക്ഷ്മദർശിനിന്റെ മെമ്മറീസ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ ഇവിടെ വാളിൽ വെക്കാം. എന്നാ നമുക്ക് സ്കൂളിൽ ചോക്ലേറ്റ്സ് എടുക്കാൻ പോവാം. പിന്നെ സജീഷേട്ടൻ നല്ല ഡ്രസ്സാണ് ഞാൻ ബർത്ത്ഡേക്ക് സ്കൂളിലേക്ക് ഇരുന്ന്. അപ്പൊ ബാ നമുക്ക് കാണിച്ചു കൊടുക്കേ. തരാം. എന്ത് അല്ല മുട്ടായി കൊടുക്കാതെ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് എന്തൊക്കെയോ പറയും. മാളൂട്ടിക്കാണെങ്കിൽ ഇന്നും പ്രോഗ്രാം ഉള്ളതുകൊണ്ട് സ്കൂളിൽ പോയി ചോക്ലേറ്റ് കൊടുത്തിട്ട് തിരിച്ച് ഞങ്ങളെ കൂടെ തന്നെ വരണം. അപ്പം ഞാൻ കരുതി എന്തായാലും കഴിഞ്ഞ കൊല്ലവും മിഠായി കൊടുക്കാൻ പറ്റിയിട്ടില്ല സ്കൂളിൽ, അതുകൊണ്ട് ഇപ്രാവശ്യമെങ്കിലും കൊടുത്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ചോക്ലേറ്റ് കൊടുക്കാൻ മാത്രമായിട്ടാണെങ്കിലും ഒന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന സമയത്ത് ടീച്ചേഴ്സ് എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ വിഷ് ചെയ്യുന്ന എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ടീച്ചേഴ്സ് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ ക്യാപ്പൊക്കെ വെച്ചിട്ട് അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഗ്രൂപ്പിലൊക്കെ ഇടാറുണ്ട് സ്കൂളിൻ്റെ. അങ്ങനെ മാളൂട്ടി ടീച്ചേഴ്സിനും കുട്ടികൾക്കും അവിടുത്തെ ആൻറ്റിമാർക്കും ഒക്കെ മിഠായി കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് തന്നു. ഇത് ബർത്ത്ഡേക്ക് എല്ലാവർക്കും കൊടുക്കും അല്ലേ? എനിക്ക് ക്രയോൺസ് ചെറുതില്ല, ഇതിപ്പോ കളർ ചെയ്യാനാണ്. അപ്പൊ ഹാപ്പി ആയില്ലേ? അപ്പൊ ഇനി നമുക്ക് ഷൂട്ടിന് പോവാം, എന്നിട്ട് ബാക്കി. യെസ്. ഹലോ ഗായ്സ്, ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതൊക്കെയാണ്. അപ്പം ഞങ്ങളങ്ങനെ ഭയങ്കര സെലിബ്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും മാളൂട്ടീനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അവൾക്ക് കുറേ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്തു. അത് തന്നെ അവൾക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ വലുതായിരുന്നു. അല്ലാതെ നമ്മൾ ബർത്ത്ഡേ കഴിക്കുന്ന പോലെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളങ്ങനെ സ്പെഷ്യൽ ഫുഡ് പോലും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിന് പകരം ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, മാളൂട്ടീൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഇതുവരെ മാളൂസിന്റെ ബർത്ത്ഡേ കഴിച്ചതിനേക്കാൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. മാളൂസിനും ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അതുകൊണ്ട് അതെന്താന്ന് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ये मालूटी है, आज मालूटी का बर्थडे है. നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന IWA ഇന്ത്യ ഫൗണ്ടേഷൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് കാരണമാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയത്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും മാളൂട്ടീൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമായി. അപ്പം നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിശേഷ ദിവസം അല്ലെങ്കിൽ ഒരു നോർമൽ ഡേ ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇതുപോലെ അവരെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, അതിപ്പം എത്ര കുറച്ച് പേർക്കാണെങ്കിലും അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യാം. അപ്പം ഞങ്ങൾ ഇനി പോയിട്ട് മാളൂസിന് റാപ്പുൻസിലായിട്ടൊന്ന് ഒരുക്കാൻ പോവാണ് ഞാൻ. കാരണം ഇന്നലെ രാത്രി നമുക്ക് കറക്റ്റ് ഒരുങ്ങാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ മാളൂസിന്റെ പുതിയ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ച് നല്ല റാപ്പുൻസിലായിട്ട് ഒരുക്കാം. പാനോ? പാൻ എടുത്തിട്ട് റാപ്പുൻസിനെ പോലെ വീഡിയോസ് ഒക്കെ എടുക്കണം ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ എന്തായാലും പോയി ഒരുങ്ങട്ടെ. നിങ്ങളും വരുന്നുണ്ടെങ്കിൽ വന്നോ അല്ലേ? യെസ്, കമോൺ. ഗായ്സ്, ഇത് ഉമ്മി എനിക്ക് ഗിഫ്റ്റ് ആയി തന്ന കിൻഡർ ജോയ് ആണ്. അപ്പൊ ഇതിലെന്താ നമുക്ക് നോക്കാം. ഇതാണ് അപ്പം മാളൂസിന്റെ ഡ്രസ്സ്. ഇത് സ്കേർട്ട്, ഉള്ളിലിടുന്ന ഒരു ടോപ്പായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത്, പിന്നെ മേലൊരു ജാക്കറ്റ് പോലെയാണ് ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഞങ്ങൾ ഇട്ടിട്ട് വരാം. അപ്പൊ ഞങ്ങൾ റാപ്പുൻസലിന്റെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. തിരിയും. ഇതാണ് എൻ്റെ കുട്ടി റാപ്പുൻസൽ. റാപ്പുൻസലിനെ പോലെ ആയോ മാളു? ഇങ്ങോട്ട് തിരി നോക്കട്ടെ. കണ്ടോ, സെയിം ക്രൗൺ. എങ്ങോട്ടാ? യെസ്, ഇതാണ് ഞങ്ങളുടെ റാപ്പുൻസൽ. എന്നാ നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാം ഈ ഡ്രസ്സിൽ. അപ്പൊ ഞങ്ങളുടെ ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്. അപ്പൊ എല്ലാരും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. റാപ്പുൻസലിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, FBയിലാണ് കാണുന്നെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ ബൈ പറയാം റാപ്പുൻസൽ. Bye bye.